ആൽമരത്തിന്റെ ചുവട്ടിൽ 5 പേർ ചേർന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് 1.5 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഒരു വൻ ബിസിനസ് സാമ്രാജ്യമായി മാറിയിരിക്കുന്നു. 150 വർഷത്തെ ചരിത്രം, യുദ്ധങ്ങൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, ഹർഷദ് മേത്ത സ്കാം, ഇതിനെയെല്ലാം അതിജീവിച്ച് വെറും 800 രൂപയിൽ നിന്നും 3600 രൂപയിലേക്ക് കുതിച്ചുയർന്ന BSEയുടെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. 1850കളിലെ ഒരു വൈകുന്നേരം മുംബൈയിലെ ടൗൺ ഹാളിന് മുന്നിലുള്ള ഒരു ആൽമുരച്ചൂട്ടിൽ നിന്ന് 4 ഗുജറാത്തികളും ഒരു പാഴ്സിയും ഒത്തുകൂടുന്നു. കയ്യിലുള്ളത് കുറച്ച് കടലാസുകളും വലിയ സ്വപ്നവും മാത്രം. ഇന്ന് നിങ്ങൾ കാണുന്ന മുംബൈയിലെ ആകാശം മുട്ടുന്ന ദലാൽ സ്ട്രീറ്റിലെ വമ്പൻ കെട്ടിടങ്ങൾക്കും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾക്കും തുടക്കമിട്ടത് ഈ ആൽമുരച്ചൂട്ടിലെ കൂട്ടായ്മയായിരുന്നു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ BSEയുടെ കഥ ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഈ 5 പേരിൽ നിന്ന് തുടങ്ങിയ കൂട്ടായ്മ പതുക്കെ വളരാൻ തുടങ്ങി. പക്ഷെ അവർക്കൊരു സ്വന്തം കെട്ടിടമുണ്ടായിരുന്നില്ല. 10 വർഷത്തിന് ശേഷവും അവർ മെഡോ സ്ട്രീറ്റിലെ ആൽമരച്ചൂട്ടിലേക്ക് മാറിയിരുന്നു. ബ്രോക്കർമാരുടെ എണ്ണം കൂടിയതോടെ ഓരോ തെരുവുകളിലും അവർക്ക് ഇടം മാറേണ്ടി വന്നു. ഒടുവിൽ 1874ലാണ് സ്വന്തമായ ഒരിടം വേണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് 1875 ദ നാറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഇന്നത്തെ BSE ജന്മമെടുക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധിശാലി പ്രേംചന്ദ് റോയ്ചന്ദ് എന്ന ജൈന ബിസിനസ്സുകാരനായിരുന്നു. മുംബൈയുടെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിവരച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ആൽമര ചുവട്ടിലെ കച്ചവടം ഒരു ഔദ്യോഗിക സ്ഥാപനമായി മാറിയത്. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. ദലാൽ സ്ട്രീറ്റ് ലോകം ശ്രദ്ധിക്കുന്ന സാമ്പത്തിക കേന്ദ്രമായി 1875 തുടങ്ങിയെങ്കിലും 1956ലാണ് BSEയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം കടന്നു വരുന്നത്. സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായി BSE തിരഞ്ഞെടുത്തു. അതോടെ BSE വെറും ഒരു അസോസിയേഷൻ എന്നതിലുപരി രാജ്യത്തിന്റെ ഔദ്യോഗിക സാമ്പത്തിക നട്ടെല്ലായി. കച്ചവടം മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള വളർച്ചയും BSE ലക്ഷ്യമിട്ടു. അതിന്റെ ഭാഗമായി 2012 ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇനിഷ്യേറ്റീവിൽ പങ്കാളിയാകുന്ന ഇന്ത്യയിലെ ആദ്യ എക്സ്ചേഞ്ചുകളിലൊന്നായി BSE. തുടർന്നും BSE പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. 2016 ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ ഇന്ത്യ ഇൻക് സ്ഥാപിച്ച് അവർ ചരിത്രം ആവർത്തിച്ചു. ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയിലേക്കുള്ള കവാടമായി BSE ഇന്നും മാറിക്കൊണ്ടിരിക്കുന്നു. 1243 കോടി രൂപയുടെ IPOയുമായി ഓഹരി ഒന്നിന് 805 മുതൽ 806 രൂപ നിരക്കിൽ 2017 ഫെബ്രുവരി 3-നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 806 രൂപയായിരുന്നു IPO വിലയെങ്കിലും 35% ലാഭത്തിൽ 1085 രൂപയ്ക്കാണ് വ്യാപാരം തുടങ്ങിയത്. ആദ്യ ദിനം വ്യാപാരത്തിനിടയിൽ ഓഹരി വില 1200 രൂപ വരെ ഉയരുകയും നിക്ഷേപകർക്ക് 48% ലാഭം നൽകുകയും ചെയ്തു. ലിസ്റ്റിംഗിന് ശേഷം 2 തവണയാണ് BSE ബോണസ് ഓഹരി നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് 2022-ലായിരുന്നു. അന്ന് 2:1 എന്ന അനുപാതത്തിലാണ് ബോണസ് നൽകിയത്. അതായത് കൈവശമുള്ള ഓരോ ഓഹരിക്കും 2 അധിക ഓഹരികൾ വീതം സൗജന്യമായി ലഭിച്ചു. ബോണസിന് പുറമെ കൃത്യമായ ഇടവേളകളിൽ ലാഭവിഹിതം കമ്പനി നൽകുന്നുണ്ട്. ലിസ്റ്റ് ചെയ്തത് മുതൽ ഇതുവരെ ഓരോ ഓഹരിക്കും ആകെ 170 രൂപയിലധികം ഡിവിഡൻഡായി മാത്രം നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 2 തവണ കമ്പനി നിക്ഷേപകരിൽ നിന്ന് ഓഹരികൾ തിരികെ വാങ്ങുകയും ഉണ്ടായി. ഓഹരിയിൽ ലിസ്റ്റ് ചെയ്ത കാലം മുതൽ നിക്ഷേപം നടത്തിയ ഒരു വ്യക്തിക്ക് ലഭിക്കുമായിരുന്ന നേട്ടം എത്രത്തോളം ആകുമെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. 2017 ലിസ്റ്റിംഗ് സമയത്ത് ഏകദേശം 10,000 രൂപ നിക്ഷേപിച്ച് നിങ്ങൾ BSE ഓഹരികൾ വാങ്ങിയെന്ന് കരുതുക. 2022 മാർച്ചിൽ കമ്പനി പ്രഖ്യാപിച്ച ആദ്യത്തെ 2:1 ബോണസിലൂടെ നിങ്ങളുടെ പക്കലുള്ള ഓരോ ഓഹരിക്കും 2 അധിക ഓഹരികൾ വീതം ലഭിക്കുന്നു. അതോടെ നിങ്ങളുടെ ഓഹരികളുടെ എണ്ണം 10-ൽ നിന്നും 30 ഉയർന്നു. 2025 മാർച്ച് 30-ന് BSE രണ്ടാമതും ഒരു 2:1 ബോണസ് കൂടി പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 30 ഓഹരികൾക്ക് പകരമായി 60 പുതിയ ഓഹരികൾ കൂടി ലഭിക്കുകയും ആകെ ഓഹരികളുടെ എണ്ണം 90 മാറുകയും ചെയ്തു. ഇന്ന് അതായത് 2026 ഏപ്രിൽ ഒരു BSE ഓഹരിയുടെ വില 3600 രൂപയാണെന്ന് കണക്കാക്കിയാൽ നിങ്ങളുടെ പക്കലുള്ള 90 ഓഹരികളുടെ ആകെ മൂല്യം 3,15,000 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ 9 വർഷമായി കമ്പനി നൽകിയ 170 രൂപയിലധികമുള്ള ഡിവിഡൻഡ് കൂടി ചേർത്താൽ ലാഭം പിന്നെയും കൂടും. ചുരുക്കത്തിൽ 10,000 രൂപയുടെ നിങ്ങളുടെ പ്രാരംഭ നിക്ഷേപം ഇന്ന് 31 ഇരട്ടിയിലധികം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിസിനസ്
ബിസിനസിന്റെയും ഓഹരിയുടെയും ചരിത്രം നമ്മൾ മനസ്സിലാക്കി. BSE ഓഹരിയുടെ മറ്റു ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നോക്കിയാലും കമ്പനി വളരെ ശക്തമായ ഒരു നിലയിലാണെന്ന് കാണാൻ സാധിക്കും. കമ്പനിയുടെ ലാഭക്ഷമതയെ സൂചിപ്പിക്കുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി 36%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 46% എന്നിങ്ങനെ വളർന്ന് ഉയർന്നതാണ്. അതായത് നിക്ഷേപകരുടെ പണവും കമ്പനിയുടെ ആകെ മൂലധനവും ഉപയോഗിച്ച് മികച്ച രീതിയിൽ ലാഭം കൊയ്യാൻ BSEക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലാഭത്തിൽ കൈവരിച്ച 65.4% വളർച്ച ബിസിനസിന്റെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. സാമ്പത്തിക ഭദ്രതയുടെ കാര്യമെടുത്താൽ BSE ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. കടബാധ്യതകൾ ഒന്നുമില്ലാത്തതിനാൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0 ആയി തുടരുന്നുണ്ട്. പലിശ ഇനത്തിൽ വൻ തുക ചിലവാകുന്നില്ലാത്തതും നേട്ടമാണ്. ഇത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഓഹരിയുടെ മൂല്യനിർണ്ണയം പരിശോധിക്കുമ്പോൾ 0.94 എന്ന പെഗ് റേഷ്യോ സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ലാഭ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള ന്യായമായ നിലയിലാണ് നിലവിൽ ഓഹരി ഉള്ളത് എന്നതാണ്. സെക്ടർ പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റോക്ക് പി 66 ടൈംസ് ആണ്. ഇത് ഫെയർ ആണെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 173% റിട്ടേൺ നൽകിയ ഈ ഓഹരി നിക്ഷേപകർക്ക് മികച്ച ഡിവിഡൻഡും നൽകി വരുന്നു. മാർക്കറ്റിലെ കുത്തക സ്വഭാവവും ഉയർന്ന പ്രവർത്തനക്ഷമതയും BSE ഒരു ക്വാളിറ്റി സ്റ്റോക്കായി മാറ്റുന്നുണ്ടെങ്കിലും ഓഹരി വില അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാൾ വളരെ മുകളിലാണെന്ന കാര്യം നിക്ഷേപകർ ഓർത്തിരിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ സാമ്പത്തിക അടിത്തറയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു ക്യാഷ് റിച്ച് കമ്പനിയാണ് BSE എന്ന് പറയാം. BSEയുടെ കാലിബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ.